വഴക്ക് കൂടല്ലേ, നമ്മൾ 3 പേര് അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ചുക്കു കേൾക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചേ. അതെ എടി, ഞാൻ നമ്മുടെ അമ്മാവന്റെ സ്കാനിങ് റിപ്പോർട്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയായിരുന്നു. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു? ഇച്ചിരി പ്രശ്നമാണ്. എന്ത് പറ്റി ഡോക്ടറെ? ഇയാളുടെ ഇയർ നെർവ്സ് പാർഷ്യലി ഡാമേജ് ആണ്. അയ്യോ, പെട്ടെന്നൊരു കീഹോൾ സർജറി ആവശ്യമാണ്. അപ്പോൾ എത്ര രൂപയാവും? അറൗണ്ട് 2 lakhs. 2 ലക്ഷം രൂപയോ? അതൊന്ന് കരുതി വെച്ചോളൂ. ഇത്രയും പൈസ നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? എടി, അതാണ് ഞാനും ഇപ്പം ആലോചിക്കുന്നത്. എന്താ എല്ലാവരും ഒരു ചർച്ച? വെഡിങ് ആനിവേഴ്സറി പ്ലാനിങ് വല്ലതും ആണോ? ഇത് പൈസ ഒന്നും ചെലവാക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല ലുക്കു. പിന്നെ എന്തൊരു മുഖത്ത് ആർക്കും ഒരു തെളിച്ചില്ലല്ലോ. എന്തെങ്കിലും ടെൻഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ നിങ്ങൾക്ക് എന്ത് സർപ്രൈസ് തരുന്ന ആലോചിച്ചതായിരുന്നു. അത്രേ ഉള്ളോ? അല്ല, പക്ഷെ എന്തോ ഒരു സങ്കടം പോലെ ഉണ്ട്. നമുക്ക് പായസം ഉണ്ടാക്കാം അല്ലേ? അപ്പൊ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആണോ? അത് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കി തരത്തില്ലയോ? നിങ്ങൾക്ക് ഏത് പായസം വേണ്ടേ? അരി പായസം വേണോ, കടല പായസം വേണോ, അതോ പ്രഥമം വേണോ? ഒരു കാര്യം ചെയ്യാം, അമ്മാവന് ഇഷ്ടമുള്ള പായസം ഏതാ? ജേട്ടന് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാൽപ്പായസം തന്നെ ആയിക്കോട്ടെ. പാൽപ്പായസം തന്നെ മതി. മതിയോ? കടയിൽ പോയി സാധനം വാങ്ങിക്കാം. എന്നാ ഞാനും വരാം. ശരി, നീയും കൂടി ശരി പോട്ടെ. എടി, രുക്കുവിനോട് ഇത് പറയാതെ എങ്ങനാ? ഇന്നൊരു വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇനി ഇത് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത്? എടുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല പായസം. എന്നാലും നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ. നിങ്ങൾ വേറെ എന്തോ ചിന്തകളില. എന്തോ പറ്റിയെന്നറിയില്ല എല്ലാവർക്കും. അല്ലല്ല, പായസം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അത് അല്ലേ? അതെ. എല്ലാരും കൂടെ പായസം കുടിച്ചോണ്ടിരിക്കാണാ? നിങ്ങൾ എന്തോന്ന് വിശേഷം? പറഞ്ഞത് വാങ്ങിച്ചില്ല ചേട്ടാ. ചേട്ടനെല്ലാം ഒരു തമാശയായിരിക്കും. എനിക്ക് തമാശയായിട്ടും തോന്നുന്നില്ല. ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വല്ല ഓർമ്മയുണ്ടോ? അല്ലല്ലോ, അതൊക്കെ ആരും ഓർക്കാനാ? ചേട്ടൻ ഒന്നും സന്തോഷമായിരിക്കും ഉള്ളത്. പായസം എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ചേട്ടാ? ചാരു കണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. രുക്കു വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അമ്മാവനിപ്പൊ കുറച്ച് പ്രശ്നത്തിലാ. ഇയാളുടെ ഇയർ നെർവ്സ് പാർഷ്യലി ഡാമേജ് ആണ്. അയ്യോ, പെട്ടെന്നൊരു കീഹോൾ സർജറി ആവശ്യമാണ്. അപ്പോൾ എത്ര രൂപയാവും? അറൗണ്ട് 2 lakhs. അതുകൊണ്ട് അമ്മാവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന, അല്ലാണ്ട് സ്നേഹമില്ലാത്തോണ്ടല്ല. ഇത്ര പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? നീ ഇങ്ങനെ കരയാതെ ഇത് കുടിക്കും. എന്റെ കേൾവിക്കല്ലേ കുഴപ്പമുള്ളൂ. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം കേൾക്കാമല്ലോ, അത് മതി. ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ. കരയാതെ കുടി. പിന്നെ ഞാൻ മറന്നിട്ടൊന്നുമില്ല, നമ്മളെ ഹാപ്പി മാരീഡ് അല്ലേ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കുടിച്ചു അറിയാതെ.
മതി.